മുംബൈയിലെ ഒരു മാളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടക്കുന്നു. മാളിന്റെ ഓണറിന് കള്ളനെ പിടികൂടാനായില്ല. അതുകൊണ്ട് അയാൾ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തി. മെഹുൽ വന്ന് മാളിലെ കഴിഞ്ഞ 3 ദിവസത്തെ ഫുട്ടേജസ് നോക്കി. ദിവസവും മാളിലെത്തിയ 4 പേരെ മെഹുൽ കണ്ടെത്തി. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും യഥാർത്ഥ മോഷ്ടാവ്. ഈ 4 പേരുടെയും 3 ഫുട്ടേജസ് ശ്രദ്ധിച്ചു നോക്കൂ. ഫുട്ടേജ് 1, ഫുട്ടേജ് 2, ഫുട്ടേജ് 3. മെഹുലിന് അപ്പോൾ തന്നെ മനസ്സിലായി ആരാണ് മോഷ്ടാവെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ? ഈ 3 ഫുട്ടേജസും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ ആരാണ് യഥാർത്ഥ മോഷ്ടാവെന്ന്. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യൂ. വരൂ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഈ ആളെ ശ്രദ്ധിച്ചു നോക്കൂ. 1-ാം ദിവസം ഇയാളുടെ ബാൻഡേജ് ഇടതു കണ്ണിലാണ്. 2-ാം ദിവസം വലതു കണ്ണിലാണ്. 3-ാം ദിവസമാണെങ്കിൽ തിരികെ ഇടതു കണ്ണിലും. അതായത് അയാൾ ബാൻഡേജ് വെറുതെ ഇട്ടിരിക്കുകയാണ്, അയാളെ ആരും സംശയിക്കാതിരിക്കാൻ. അടുത്ത ദിവസം അയാൾ മാളിലെത്തുകയും മെഹുൽ അയാളെ പിടികൂടുകയും ചെയ്യും. അടുത്ത റെഡിലേക്ക് പോകാം. മെഹുലിൻ്റെ കാർ ചീത്തയായി. മെഹുലിന് അർജന്റായി ഡോൺ ബോസ്കോ സ്കൂളിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിക്കാമെന്ന് മെഹുൽ തീരുമാനിച്ചു. അപ്പോൾ അവിടെ 2 കാറുകൾ വന്നു. മെഹുൽ പറഞ്ഞു, എനിക്ക് ഡോൺ ബോസ്കോ സ്കൂളിൽ പോകണം, ലിഫ്റ്റ് തരുമോ? 2 പേരും പറഞ്ഞു, ഞങ്ങൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിക്കുന്നത്. മെഹുൽ 2 പേരുടെയും ID കാർഡ് ചെക്ക് ചെയ്തു. 1-ാമത്തെ ആളുടെ ID കാർഡ്, പിന്നെ 2-ാമത്തെ ആളുടെ ID കാർഡ്. 2 പേരും ഡോൺ ബോസ്കോ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ മെഹുൽ ഇതിൽ ആരുടെ കാറിലാണ് പോകുക? എയോ അതോ ബിയോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. വരൂ ഇതിൻ്റെ ഉത്തരം നോക്കാം. മെഹുൽ എയുടെ കാറിൽ പോകും. ബിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കൂ, 2005-ലേതാണ്. അപ്പോൾ അവൻ്റെ വയസ്സ് വെറും 15 ആണ്. അവന് കാർ ഓടിക്കാനുള്ള അനുവാദമില്ല. അവൻ നിയമവിരുദ്ധമായാണ് കാർ ഓടിക്കുന്നത്. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. ഈ 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ ഇതിലാകെ എത്ര വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ 2 ചിത്രങ്ങളിൽ മൊത്തം 5 വ്യത്യാസങ്ങളാണുള്ളത്. 1, ഈ തൂവൽ മിസ്സിംഗ് ആണ്. 2, ഈ കുന്തം മിസ്സിംഗ് ആണ്. 3, ഇയാളുടെ കയ്യിൽ റിമോട്ട് ഇല്ല. 4, ഇയാളുടെ ബെൽറ്റ് മിസ്സിംഗ് ആണ്. 5, ഈ വസ്ത്രത്തിലെ ചിഹ്നം മിസ്സിംഗ് ആണ്. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. ഈ 4 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ ഇതിൽ ഏത് ചിത്രമാണ് വ്യത്യസ്തമായത്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതിൽ ബി എന്ന ചിത്രം വ്യത്യസ്തമാണ്. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. ഈ 4 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ ഇതിൽ ഏത് ചിത്രമാണ് വ്യത്യസ്തമായത്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതിൽ സി എന്ന ചിത്രം വ്യത്യസ്തമാണ്. വരൂ അടുത്ത റെഡിലേക്ക് പോകാം. ഈ 4 പേരെയും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ ഇവരിൽ ആരാണ് ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. വരൂ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഈ 4 പേരും വിഡ്ഢികളാണ്. 1-ാമൻ അയാൾ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു. 2-ാമൻ മരം മുറിക്കുകയാണ്, പക്ഷേ പിറകിൽ നടക്കുന്നത് കാണുന്നില്ല. 3-ാമനും താനിരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത്. 4-ാമനാണെങ്കിൽ 3-ാമൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും ആ കൊമ്പ് തന്നെ മുറിക്കുന്നു.
എനിക്ക് തോന്നുന്നത് ഇവർ 4 പേരും വിഡ്ഢികളാണ്. പക്ഷേ ഇവരിൽ 4-മനാണ് ഏറ്റവും വലിയ വിഡ്ഢി. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള മികച്ച റിഡലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു.